ശ്രദ്ധ കൊടുക്കാത്തവരാണ് പൊതുവെ സ്ത്രീകൾ. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഇവർ സ്വന്തം കാര്യങ്ങൾക്ക് പൊതുവെ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നത് പലപ്പോഴും രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകാറുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിന് വേണ്ട വിറ്റാമിനുകളുടെയോ പ്രോട്ടീനുകളുടെയോ കാര്യത്തിൽ അവർ അത്ര ശ്രദ്ധ പുലർത്താറില്ല. സ്ത്രീകളെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് ഹൃദ്രോഗം. എന്നാൽ സ്ത്രീകളിൽ പലപ്പോഴും ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ പെടാതെ പോകുന്നു. ഇതേക്കുറിച്ച് അറിയാം. പുരുഷന്മാരുടേതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് നെഞ്ചിന് പുറത്താകും ലക്ഷണങ്ങൾ പ്രകടമാകുക. ഹൃദ്രോഗത്തിന്റെ ആദ്യ ലക്ഷണം സ്ത്രീകളിൽ അസ്വസ്ഥതയും വേദനയും ആയവും അനുഭവപ്പെടുക. കഴുത്ത്, താടിയെല്ല്, തോളുകൾ, പുറത്തിന്റെ മുകൾ ഭാഗം, ഉദരത്തിന്റെ മുകൾ ഭാഗം എന്നിവിടങ്ങളിൽ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകും. ഇത് പേശിവേദന പോലെയാകും അനുഭവപ്പെടുക. സ്ത്രീകളിൽ ഹൃദയത്തിൽ നിന്ന് ഒരു കൈയിലേക്കോ ഇരു കൈയിലേക്കോ വേദന വ്യാപിക്കും. ഇത്തരത്തിൽ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടാലുടൻ വൈദ്യസഹായം തേടണം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തുടർച്ചയായി ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നുവെങ്കിൽ അത് ഹൃദ്രോഗത്തിന്റെ ആദ്യ സൂചനയാകാം. വീട്ടിലെ ദിവസവുമുള്ള ജോലികൾ ചെയ്തുണ്ടാകുന്ന ക്ഷീണം പോലെയല്ല. ചെറിയ ജോലികൾ ചെയ്ത് വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം തുടർച്ചയായി ഉണ്ടാകാം. ഇത്തരത്തിൽ നീണ്ടു നിൽക്കുന്ന ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഹൃദ്രോഗത്തിന്റെ കാരണമാകാം. ധാരാളം ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ ഹൃദയത്തിന് കഴിയാതെ പോകുന്നു. ഇതുമൂലം പേശികൾക്കും അവയവങ്ങൾക്കും ക്ഷീണമാകുന്നു. വിട്ടുമാറാത്ത ക്ഷീണമുണ്ടായാൽ വൈദ്യസഹായം തേടണം. ഹൃദ്രോഗമുള്ള സ്ത്രീകൾക്ക് ഓക്കാനം, ഛർദി, ദഹനക്കേട് തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാകും. നെഞ്ചിരിച്ചിൽ, അസ്വസ്ഥത, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടമാകുന്നു. ഇത് ഉദരപ്രശ്നങ്ങളായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും. ശാരീരിക പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാതെ തന്നെ ശരീരം വിറയ്ക്കും. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതുമൂലം ഓട്ടോമോണിക് നാഡീവ്യവസ്ഥയുടെ പ്രതികരണമാണ് വിയർക്കുന്നത്. ഈ ലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടൻ വൈദ്യസഹായം തേടണം. നടത്തം, പടികൾ കയറുക, ചെറിയ വീട്ടുജോലികൾ ചെയ്യുക, ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്വസിക്കാൻ പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഹൃദ്രോഗത്തിന്റെ ലക്ഷണമാകാം. ചില സ്ത്രീകൾക്ക് വിശ്രമിക്കുമ്പോഴും കിടക്കുമ്പോഴും ശ്വാസതടസ്സം അനുഭവപ്പെടാം. എന്നാൽ എഴുന്നേറ്റിരിക്കുമ്പോൾ ലക്ഷണങ്ങൾ മെച്ചപ്പെടാം. ഹൃദയത്തിന് ശരിയായ രക്തം പമ്പ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് ശ്വസിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നതോ സ്ഥിതി ഗുരുതരമാവുകയോ ചെയ്താൽ എത്രയും വേഗം വൈദ്യസഹായം തേടേണ്ടതാണ്.